ആകാംക്ഷയോടെ കാത്തിരുന്ന 2024-25 സീസണിലെ ബാലൺ ഡി ഓർ പുരസ്കാരം PSG-യുടെയും ഫ്രാൻസിന്റെയും സൂപ്പർ താരം ഓസ്മൻ ഡെംബലയ്ക്ക്. ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികളെ അമ്പരിപ്പിച്ചുകൊണ്ട് ബാഴ്സലോണയുടെ യുവതാരം ലാമിൻ യമാലിനെ പിന്തള്ളിയാണ് ഡെംബലെ ഫുട്ബോൾ ലോകത്തെ ഏറ്റവും വലിയ വ്യക്തിഗത പുരസ്കാരത്തിന് മുത്തമിട്ടത്. ഫ്രഞ്ച് തലസ്ഥാനമായ പാരീസിലെ തിയേറ്റർ ഡു ഷാറ്റലറ്റിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ വെച്ച് പുരസ്കാരം ഏറ്റുവാങ്ങിയ ഡെംബലെ വികാരഭരിതനായി. ഈ നേട്ടം തന്റെ കരിയറിലെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നുവെന്നും അതിലേക്കുള്ള യാത്ര ഒട്ടും എളുപ്പമല്ലായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. തന്റെ കരിയറിൽ എന്നും പരിക്കൊരു വില്ലനായിരുന്നെങ്കിലും കഴിഞ്ഞ സീസണിൽ പരിക്കുകൾ ഒന്നുമില്ലാതെ കളിച്ച ഡെംബലയുടെ പ്രകടനം അവിസ്മരണീയമായിരുന്നു. PSG-യെ ആദ്യമായി ചാമ്പ്യൻസ് ലീഗ് കിരീടത്തിലേക്ക് നയിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച ഡെംബലെ ഫ്രഞ്ച് ലീഗിൽ കിരീടം നേടുന്നതിലും ടീമിന് വലിയ സംഭാവനകൾ നൽകി. സീസണിൽ 35 ഗോളുകളും 16 അസിസ്റ്റുകളും നേടിയ ഡെംബലെ ക്ലബിന്റെ ആക്രമണ നിരയുടെ നട്ടെല്ലായിരുന്നു. സഹതാരങ്ങളായ കിലിയൻ എംബാപ്പയെയും നെയ്മറെയും പോലെ ആക്രമണങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ഡെംബലെ തന്റെ വേഗതയും കൃത്യതയുമുള്ള ഡ്രിബ്ലിങ്ങുകളും കൊണ്ട് പ്രതിരോധ നിരയെ പലപ്പോഴും വിറപ്പിച്ചു. പുരസ്കാര വേദിയിൽ ഡെംബലെ തന്റെ ടീമിനും പരിശീലകൻ ലൂയിസ് എൻറിക്കും പ്രത്യേകം നന്ദി പറഞ്ഞു. ലൂയിസ് എൻറിക്കെ എന്നെ പരിശീലകൻ എന്ന നിലയിൽ വിശ്വാസം അർപ്പിക്കുകയും എന്റെ കഴിവുകൾ തിരിച്ചറിയുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ പിന്തുണ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ നേട്ടം കൈവരിക്കാൻ സാധിക്കുമായിരുന്നില്ല. കൂടാതെ PSG-യിലെ എന്റെ സഹതാരങ്ങൾക്കും നന്ദി. ഇത് എന്റെ മാത്രം വിജയമല്ല, ഞങ്ങളുടെ ടീം വർക്കിന്റെ വിജയമാണെന്നും ഡെംബലെ പറഞ്ഞു. ഈ പുരസ്കാരത്തിന് വേണ്ടി വോട്ടിംഗിൽ കൂടുതൽ പരിഗണിച്ചത് യൂറോ കപ്പിന് ശേഷമുള്ള ഡെംബലയുടെ പ്രകടനങ്ങളായിരുന്നു. PSG-ക്ക് വേണ്ടി നടത്തിയ പ്രകടനങ്ങൾക്കൊപ്പം ഫ്രഞ്ച് ദേശീയ ടീമിനും യൂറോ കപ്പിൽ കളിച്ചതും അദ്ദേഹത്തിന് അനുകൂലമായി. ബാലൺ ഡി ഓറിനൊപ്പം മറ്റ് പ്രധാന പുരസ്കാരങ്ങളും ചടങ്ങിൽ പ്രഖ്യാപിച്ചു. മികച്ച വനിതാ താരത്തിനുള്ള ബാലൺ ഡി ഓർ പുരസ്കാരം ബാഴ്സലോണയുടെ സൂപ്പർ താരം ഐറ്റിന ബോൺമാറ്റിക്ക് ലഭിച്ചു. മികച്ച യുവതാരത്തിനുള്ള കോപ്പ ട്രോഫി ബാഴ്സലോണയുടെ ലാമിൻ യമാൽ സ്വന്തമാക്കി. ചെറുപ്പത്തിൽ തന്നെ ലോക ശ്രദ്ധ നേടിയ ലാമിൻ യമാൽ ഭാവിയിലെ ഫുട്ബോൾ ലോകത്തിന് വലിയ താരമായി വളരുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. മികച്ച പുരുഷ ക്ലബിനുള്ള പുരസ്കാരം PSG നേടിയപ്പോൾ മികച്ച വനിതാ ക്ലബിനുള്ള പുരസ്കാരം ആഴ്സണൽ സ്വന്തമാക്കി. മികച്ച പരിശീലനങ്ങളുള്ള പുരസ്കാരം വീക്ക്മാൻ നേടി. മികച്ച ഗോൾ കീപ്പർക്കുള്ള യാഷിൻ ട്രോഫി ഇറ്റലിയുടെ ജിയാൻ ലൂയിജി ഡോണറുമ കരസ്ഥമാക്കി. ഡോണറുമ PSG-യുടെ ഗോൾ കീപ്പറാണ്. ഇത്തവണത്തെ ബാലൺ ഡി ഓർ പുരസ്കാരത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഫുട്ബോൾ ലോകത്തെ ദീർഘകാലം അടക്കി ഭരിച്ച ലയണൽ മെസ്സിയെയും ക്രിസ്ത്യാനോ റൊണാൾഡോയും ഇത്തവണ പട്ടികയിൽ ഇടം നേടിയിരുന്നില്ല. മെസ്സി 8 തവണയും റൊണാൾഡോ 5 തവണയും ഈ പുരസ്കാരം നേടിയിട്ടുണ്ട്. ഈ രണ്ട് ഇതിഹാസങ്ങളുടെ കാലഘട്ടത്തിന് ശേഷം ഫുട്ബോളിൽ പുതിയ താരോദയങ്ങൾ ഉണ്ടാകുന്നു എന്നതിന്റെ സൂചനയാണ് ഡെംബലയുടെ ഈ വിജയം. ചടങ്ങിൽ ലോകമെമ്പാടുമുള്ള 100 കായിക മാധ്യമ പ്രവർത്തകർ വോട്ടിങ്ങിലൂടെയാണ് ജേതാവിനെ തിരഞ്ഞെടുത്തത്. ഓരോ വോട്ടർക്കും മികച്ച 3 കളിക്കാരെ തിരഞ്ഞെടുക്കാൻ അവസരമുണ്ടായിരുന്നു. 1-ാം സ്ഥാനത്ത് 5 പോയിന്റും 2-ാം സ്ഥാനത്ത് 3 പോയിന്റും 3-ാം സ്ഥാനത്ത് 1 പോയിന്റും എന്ന ക്രമത്തിലാണ് വോട്ടിംഗ് നടന്നിരുന്നത്. ഡെംബലെ, ലാമിൻ യമാൽ, വിനീഷ്യസ് ജൂനിയർ എന്നിവർ തമ്മിലായിരുന്നു കടുത്ത മത്സരം. ഡെംബലയുടെ ഈ വിജയം PSG ക്ലബിനും വലിയ ആവേശമാണ് നൽകുന്നത്. ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിയതിന് പിന്നാലെ ക്ലബിലെ പ്രധാന താരത്തിന് ബാലൺ ഡി ഓർ പുരസ്കാരം കൂടി ലഭിച്ചത് ക്ലബിന്റെ പ്രൗഢി വർദ്ധിപ്പിക്കുന്നു. വരും സീസണുകളിലും ഡെംബലയുടെ മികവ് തുടർന്നു കാണാനും സാധിക്കുമെന്നാണ് ആരാധകരും പ്രതീക്ഷിക്കുന്നത്.